കൊല്ലവർഷത്തെക്കാൾ പഴക്കമുണ്ട് എന്ന് കരുതുന്ന കൊല്ലം കേരളത്തിന്റെ വ്യവസായ തുടിപ്പിന്റെ ഈറ്റില്ലം ഇനി ചുവപ്പ് പുതയ്ക്കാൻ പോകുന്നു. പാർട്ടി സഖാക്കളെ വരവേൽക്കാനും ചെങ്കൊടി പാറിക്കാനും കൊല്ലം ഒരുങ്ങി കഴിഞ്ഞു. 2025 CPM സംസ്ഥാന സമ്മേളനത്തിന് ഇക്കുറി വേദിയാകുന്നത് കൊല്ലമാണ്. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാനത്തെ പാർട്ടി സമ്മേളനങ്ങളെല്ലാം സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്നു. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും ജനുവരിയിലുമായി നടന്നു കഴിഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇപ്പോൾ കൊല്ലം നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന സജീവ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഒന്നും രണ്ടുമല്ല 30 വർഷത്തിനു ശേഷമാണ് കൊല്ലത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം ഇനി വരും നാളുകളിൽ ലാൽ സലാം മുഖരിതമായ അന്തരീക്ഷമായിരിക്കുമെന്ന് ഉറപ്പിക്കാം. അതിന്റെ ഭാഗമായി നിരവധി പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളന ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ 5-ന് വൈകുന്നേരം ആശ്രാമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ജാഥകൾ സംഗമിച്ച ശേഷം സമ്മേളന നഗറായ C കേശവൻ സ്മാരക ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ദീപശിഖ സ്ഥാപിക്കും. ശനിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ 6 വരെ ലോക്കൽ സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന വിളംബര ജാഥ സംഘടിപ്പിക്കും. ആശ്രാമത്ത് കേരളമാണ് മാതൃക എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വിജ്ഞാന, വിനോദ, വാണിജ്യ, ചരിത്ര പ്രദർശനത്തിന് തുടക്കമാവുകയും ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം, നേതാക്കളുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ശില്പങ്ങൾ എന്നിവ പ്രദർശനത്തിലെ മുഖ്യ ആകർഷണ ഘടകങ്ങളാണ്. 30,000 ചതുരശ്ര അടിയിൽ പൂർണ്ണമായും ശീതീകരിച്ച പന്തലിലാണ് പ്രദർശനം നടക്കുന്നത്. 6 മുതൽ 9 വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. ഇതിന്റെ ഭാഗമായി കൊല്ലത്ത് DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഊർജിതമായ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. കൊല്ലം പായ്ക്കട റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി DYFI പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത് വാർത്തയായിരുന്നു. അന്ന് അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കൊല്ലത്തിന്റെ വ്യാപാരങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രമുഖ സ്ഥലമാണ് ഇത്. അവിടുത്തെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കി പകരം അവിടെ പ്രവർത്തകർ സൃഷ്ടിച്ചത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. മാലിന്യ കൂമ്പാരമായിരുന്ന നഗര ഹൃദയത്തെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്നാക്കി കുട്ടി സഖാക്കൾ അന്ന് മാറ്റിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ആയിരുന്നു. അതുപോലെ തന്നെ അഴുക്കും ചെളിയും പിടിച്ചുകിടന്നിരുന്ന ചുവരുകൾ വൃത്തിയാക്കുകയും ചുവരിൽ ചെകുവരയുടെ കൂറ്റൻ ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു. മാലിന്യ കൂമ്പാരവും ദുർഗന്ധവും കാരണം ജനങ്ങൾ കടന്നു വരാൻ തന്നെ മടിച്ചിരുന്ന ഒരു സ്ഥലത്തെ ഒരു ഫോട്ടോ സ്പോട്ടാക്കി മാറ്റുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ അന്ന് പ്രവർത്തകർ ചെയ്തത്. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയപ്പോൾ കൊല്ലത്തിന്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറുകയാണ് അന്ന് പായ്ക്കട റോഡ് ചെയ്തത്. നഗരവും നാടും ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ പിണറായി സർക്കാർ വരുത്തിയ മാറ്റങ്ങളുടെ ജനപിന്തുണയും തുടർ ഭരണ സാധ്യതകളും കൊല്ലത്തെ സഖാക്കളുടെ ബാഹുല്യം കണ്ട് തിരിച്ചറിയാം. കൊല്ലം ചെങ്കടി പാറിച്ചു കടലാകുന്ന ദിവസത്തിനു വേണ്ടി ഇനി കാത്തിരിപ്പാണ്.